എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത് മേടിച്ചേക്കാണ്. ഇവിടെ ഒരാഴ്ച മുമ്പ് ഒരു കട ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഓഫർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ഭയങ്കര കോംബോ ഡീലൊക്കെ ആയിട്ട്. ഇപ്പോൾ ബിരിയാണിക്കൊക്കെ 8 റിയാലുള്ളൂ ചിക്കൻ ബിരിയാണിക്ക്. പിന്നെ അതുപോലെ ബീഫ് ബിരിയാണിക്ക് 10 റിയാൽ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നല്ല ഓഫറുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷവർമയും ജ്യൂസൊക്കെ 5 റിയാലിന് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഓഫറായി കണ്ടപ്പോൾ നമ്മളവിടുന്ന് ബിരിയാണി മേടിച്ചു. ബീഫ് ബിരിയാണിയാണ് വാങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ സംഭവം അതിൻ്റെ കൂടെ അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്. പിന്നെ നല്ല തലശ്ശേരി സ്റ്റൈലുള്ള ദം ബിരിയാണിയാണ്, ജീരകശാല റൈസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു ബീഫ് ബിരിയാണി ഫ്രഷ് ബീഫാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഫ്രഷ് ബീഫാണെന്ന് പറഞ്ഞു. സത്യം എന്താണെന്ന് അറിയില്ല, നമ്മളെന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്, വെറുത്താണോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ 3-4 പീസ് ബീഫുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതെല്ലാം എല്ലാണ്. 2-3 പീസ് എല്ല്. എനിക്ക് സംശയമുണ്ട്, കാരണം അതായത് ഫ്രഷ് ബീഫ് എന്ന് പറയണത് എല്ല് സെപ്പറേറ്റ് വാങ്ങിയിട്ട് പിന്നെ ഫ്രോസൺ ബീഫാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ല് കുറേ ഉണ്ടേ. അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ആദ്യം ആ ബീഫിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ആ മസാലച്ചോറും പിന്നെ കച്ചമ്പറും അച്ചാറൊക്കെ കൂടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. ബീഫ് അത്രയും സോഫ്റ്റ് ഒന്നല്ല, അതും എല്ലുമേലത്തെ ഇറച്ചിയായതുകൊണ്ട് പറയണ്ടല്ലോ. ബിരിയാണിയുടെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സംഭവം റൈസൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട്. മസാല ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ദം ബിരിയാണി എന്ന് പറയാനുള്ളതുണ്ട്. സംഭവം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബീഫ് ക്വാണ്ടിറ്റി കുറവാണ്. റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരാൾക്ക് കഴിക്കാനുള്ള നല്ല പോലെ റൈസ് ഉണ്ട്. പക്ഷേ ബീഫ് വളരെ കുറവാണ്. ഇത് വെച്ച് ഫുള്ളായിട്ട് ചോറ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രക്കും കുറവേ ഉള്ളൂ. പിന്നെ ഉള്ള പീസൊക്കെ എല്ലാണ്. പിന്നെ റേറ്റ് കുറവായതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ നമുക്ക് ഓഫറായിട്ട് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫറിനുള്ളത് ഫീൽ ചെയ്യണം. ഇതിപ്പോൾ അവർ ഓഫർ കൊടുക്കുന്നത് ഇതിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഓഫർ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫറിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മേടിക്കുമ്പോഴോ 2 വട്ടം ആലോചിക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ടേസ്റ്റ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം നമുക്കിവിടെ പലയിടത്തും നല്ല റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബിരിയാണി കിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടിലത്തെ പോലത്തെ ബിരിയാണി ഒന്നും ഇവിടെ ഒരൊറ്റ ഹോട്ടലിൽ ഇവിടെ കിട്ടില്ല. അത്രയും വളരെ റെയറാണ് ഈ ഭാഗത്തൊക്കെ നല്ല ബിരിയാണി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ബിരിയാണി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് പതിവ്. പിന്നെ അറബിക് ഫുഡൊക്കെ ഇവിടെ ഒരുപാട് കിട്ടും. അതായത് മന്തി, കബ്സ, മജ്ബൂസൊക്കെ ആയിട്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടും. കാരണം അറബിക് ഫുഡാണല്ലോ. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ, കേരള സ്റ്റൈലൊക്കെ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് ഇവിടെ നല്ല ബിരിയാണി എന്നൊക്കെ പറയാനായിട്ട്. പിന്നെ നല്ല റേറ്റുമാണ്. പിന്നെ ഇവിടെ റൂമിൽ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണിക്കൊന്നും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യണില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.